എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ചക്ക കൊണ്ട് ധാരാളം വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മൂത്ത ചക്ക നോക്കിയിട്ട് എടുക്കണം ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കുകയും വേണം. അപ്പോൾ ഞാൻ ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഞാൻ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് നീളത്തിൽ നമ്മൾ അവിയലിനൊക്കെ കഷ്ണം നുറുക്കില്ലേ, ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ തീരെ അങ്ങ് കനം കുറഞ്ഞ് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ചക്ക നമുക്ക് എളുപ്പം വെന്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾക്കിതാ ഒരു മൺചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക. മൺചട്ടിക്കകത്തൊക്കെ തയ്യാറാക്കി എടുക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റൊക്കെ വരും. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചക്കമടലാണ്. ഇവിടെ ചക്കമടൽ എന്നാണ് പറയുന്നത്. അതായത് ചക്കയുടെ മുള്ളുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗം. ഓരോ പ്രദേശത്തും ഓരോ പേരായിരിക്കും കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. പിന്നെ ഒരു മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ടെടുക്കുക. അത് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചക്കക്കുരു ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. അത് വേവിച്ചെടുത്ത് വെച്ചാൽ മതി, പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിനകത്തേക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിനകത്തേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. വെള്ളം കൊടുക്കുമ്പം ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാൻ മൺചട്ടി ഒന്ന് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ വളരെ കുറച്ചിട്ടിട്ട് ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, അതായത് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവില്ലേ കേട്ടോ. ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. നാളികേരം ഞാൻ 1 ബൗള് നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്ക എടുക്കുന്ന അളവനുസരിച്ച് നാളികേരം എടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂണിലും താഴെ എടുത്തിട്ടുള്ളൂ ചെറിയ ജീരകം. 1/4 ടീസ്പൂൺ വരെ ആവാം. അതുപോലെ ഒരു 5ഓ 6ഓ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 3 കാന്താരി മുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചക്ക ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇത് കുക്കറിൽ വേവിച്ചെടുക്കണ്ട കേട്ടോ. കുക്കറിലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോവും. ഇതങ്ങനെ എടുക്കുന്ന ഒരു വിഭവമല്ല. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾക്കിത് അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവ് തോന്നുക വെച്ചാൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോളൂ. കാരണം കുറച്ച് വെള്ളമായി അതിനകത്തുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ചോളും. ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്നും കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കുക. ആ വെള്ളം കുറച്ച് വെള്ളമായി ഉണ്ട് അതിനകത്ത്, അതൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ചക്ക കിട്ടും. തീ സമയത്ത് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ചക്ക ഒന്ന് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നാളികേരം ചതച്ചെടുത്തപ്പം ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാച്ചാൽ 1ഓ 2ഓ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടാനാണ്. അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നല്ല വാസന വരുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വെറുതെ കഴിക്കാനും വളരെ രുചികരമായിട്ടുള്ള ഒരു ചക്ക അവിയലാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി ചക്ക കിട്ടുമ്പം തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.